പ്രൈസ് ദ ലോർഡ്. സങ്കീർത്തനം 15-ാം അധ്യായം. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ, പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ, ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ, കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ, ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും. ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ പാപമില്ലാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ എത്രയോ ഭാഗ്യം. ദൈവത്തോട് ചേർന്നിരുന്ന് ജീവിക്കുമ്പോൾ അവൻ പാലിക്കേണ്ടതായിട്ടുള്ള ചില കടമകൾ, ചില മേഖലകൾ 15-ാം സങ്കീർത്തനത്തിലൂടെ ദാവീദ് നമ്മളോട് പറയുന്നു. നിഷ്കളങ്കനായി ജീവിച്ചാൽ, നീതി മാത്രം പ്രവർത്തിച്ചാൽ, ഹൃദയം തുറന്ന് സത്യം മാത്രം പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമാകുന്ന രീതിയിലുള്ള ജീവിതം നമ്മളിൽ നിന്ന് ദൈവത്തിന് നൽകുവാനായിട്ട് സാധിക്കും. ശത്രുക്കളെ സ്നേഹിക്കുകയും ശത്രുക്കളോട് സ്നേഹത്തോടു കൂടി പെരുമാറുകയും ദൈവത്തിന് പ്രസാദകരമായ കാര്യം ചെയ്യുവാൻ ഇതിലൂടെ നമുക്ക് സാധിക്കും. ദൈവഭക്തൻ ദൈവത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നതിൽ കൂടുതൽ തൽപരനായിരിക്കും. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ ദൈവഭക്തന് സാധിക്കും. അതാകുന്നു ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായ ബലി. ദൈവത്തെ ആരാധിക്കാൻ കാണിക്കുന്ന മനസ്സ് നീതിയോടെ, ഹൃദയവിശാലതയോടെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന് വേണ്ടുന്ന സ്ഥാനം നൽകുവാനും തയ്യാറാകുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ അതാണ് ദൈവത്തിന് നമ്മിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ, ഒരു സ്വഭാവ സവിശേഷത. ദൈവത്തിൻ്റെ മുൻപിൽ നീതി പ്രവർത്തിച്ച് നിഷ്കളങ്കനായി ജീവിച്ച് പൂർണ്ണ ഹൃദയം ദൈവത്തിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ കൂടാരത്തിൽ വസിക്കുവാൻ ഇന്ന് നാം അർഹയാണോ? നമുക്ക് ചിന്തിക്കാം. അർഹതയല്ല എങ്കിൽ നമ്മുടെ കുറവുകളെ നീക്കി, നമ്മുടെ ബലഹീനതകളെ നീക്കി, നമ്മുടെ പാപങ്ങളെ നീക്കി ആ ദൈവത്തിൻ്റെ വചനത്തിന് യോഗ്യമായ വണ്ണം ദൈവത്തിലേക്ക് ഈ പകൽക്കാലം നമുക്ക് തിരിയാം.